പറഞ്ഞു കൊടുക്കാം. ആ രാമകൃഷ്ണേട്ടാ പറയൂ. ശരി, ഞാൻ പറയാം. ആ ചക്കക്കൊരു തോല് കളഞ്ഞ് നന്നായി വേവിക്കുക. ആ വേവിച്ചിട്ട് നന്നായി ഉടയ്ക്കുക. ഉടച്ചതിന് ശേഷം പിന്നെ കുരുമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി അരയ്ക്കുക. ആ മുരിങ്ങൻ്റെ ഇല ഊരി വെച്ചിട്ട് എന്നിട്ട് ഇത് വേവിച്ച് എല്ലാം സെറ്റായതിന് ശേഷം ഇത് മറ്റേ കുരുമുളകും വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെ, ഇതിന് കുറച്ച് വെള്ളം കലക്കിയിട്ട് അതിൽ ഒഴിക്കുക. ഒഴിച്ച് നന്നായിട്ട് പാകത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ മുരിങ്ങയുടെ ഇല നമ്മൾ വേവിച്ചിട്ടില്ല. ഇത് വേവ് വേണ്ടല്ലോ, അതിന് കുരുന്തല്ലേ. കുരുന്താണ്, ചൂടായി വേണ്ടിയുള്ളൂ. ചൂടായി വേണ്ട. ചക്കക്കുരു മാത്രം ആദ്യം വേവിക്കണം, വേവിച്ചിട്ട് ഉടയ്ക്കണം. എന്നിട്ട് കുരുമുളകിന് ആദ്യം ഇതൊക്കെ അരച്ച് വെച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്യുക. എന്നതിന് ശേഷം ഇത് കലക്കിയിട്ട് പിന്നെ ഇത് എരിയിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ചീനച്ചട്ടി വേണം. ചീനച്ചട്ടിയിൽ ഈ മുരിങ്ങയുടെ ഇലയും നേരത്തെ പറഞ്ഞ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവിൻ്റെ ഇടിച്ചിട്ടുള്ള അതും കൂടെ, പിന്നെ ഈ അരച്ച് വെച്ചിട്ടുള്ള കുരുമുളകും വെളുത്തുള്ളിയും കൂടെ അതിലിടണം. എന്നിട്ട് പിന്നെ തിളപ്പിക്കണം. തിളപ്പിച്ച ശേഷം പാകത്തിന് ഉപ്പ് ഇടുക. എന്നിട്ടോ കടുവർക്ക് എന്നിട്ട് അങ്ങോട്ട് അത് ഒരു വെളിച്ചെണ്ണ തൂളിക്കണം. തൂളിച്ച് നന്നായി എന്നിട്ട് അങ്ങോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് അങ്ങോട്ട് നല്ല ചോറ് കണ്ടിട്ട് അതിന് നടുവിൽ ഒഴിച്ച് കഴിഞ്ഞാൽ മോട്ടോർ ബൈക്ക് പോലെ പോകും. മോട്ടോർ ബൈക്കിൽ പോകും. ഓക്കെ. അപ്പോൾ അതാണ് അതിനെന്താ കറി, ഇതിന് കറിയുടെ പേരെന്താ പറയുക? ചക്കക്കുരിയും മുരിങ്ങയും കൂടി ഉള്ളതായ ഒരു കറിയാണത്. അതിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു രാമകൃഷ്ണൻ കേട്ടോ. ഓക്കെ.